ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സൽഗുണ സ്വഭാവത്തിൽപ്പെട്ടതാണ് കസറത്തു ഖൗഫിഹിം അവരുടെ ഭയം കൂടുതലാവുക, മിൻ ദുഖൂലിൽ ആഫാത്തി ആഫത്തുകൾ കടന്നു വരുന്നതിൽ പേടി. എന്തിനുള്ള ആഫത്തുകൾ? ബി ഇൽമിഹിം വ അമലിഹിം അവരുടെ അറിവ്, അവരുടെ കർമ്മം എന്നിത്യാദി കാര്യങ്ങളിൽ അപകടങ്ങൾ കടന്നു വരുമോ എന്നുള്ള പേടി വല്ലാതുണ്ട്. ഇൽമ് പഠിച്ചിട്ട് അതുപോലെ ആകൂലേ, അമല് ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല എന്നുള്ള പേടിയൊക്കെ കൂടുതലുണ്ടാവും. വബി ഇർഷാദിഹിമുൽ ഉമ്മത്ത ഇലാ മാ ഫീഹി സ്വലാഹുദ് ദുനിയ വൽ ആഖിറത്തി ഇരു വീടിന്റെയും നന്മകൾ ഉൾക്കൊള്ളുന്നതിലേക്ക് സമുദായത്തെ അവർ മാർഗദർശിയായി ക്ഷണിക്കും, ചേർക്കും. അങ്ങനെ ചേർക്കുന്ന വിഷയത്തിലും പേടി കൂടുതൽ അവർക്ക്. പടച്ചോനെ, ഞങ്ങൾ ചെയ്ത് ശരിയായി പഴച്ചു പോകുക, ഞങ്ങൾ കാരണം സമുദായത്തിന് തെറ്റുവരുമോ എന്നിങ്ങനെയുള്ള ചിന്തകളും പേടികളും കൂടുതലുണ്ടാവും അവർക്ക്. എന്റെ സഹോദര, നീ ധരിക്കരുത് എന്ത്? നിശ്ചയമായിട്ടും അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കാന യുഹിബ്ബു തഖദ്ദുമ ഫീ അംരിൻ മിൻ ഉമൂരി ദുനിയ ദുനിയാവിന്റെ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ മുന്നോട്ട് വരും, അവർ മുന്നിലാവണം എന്ന് ഇഷ്ടം വെക്കുന്ന ഒരാളാണ് എന്നൊരു ധാരണ നിനക്ക് വരണ്ട. ബൽ പിന്നെയോ കുല്ലു അഹദിയും അവർ എല്ലാവരും യക്റഹുൽ ഫുത്തിയ അവരെന്താണ് ഫത്വ നൽകാൻ വെറുപ്പുള്ള ആൾക്കാരാണ്. ഒരു വല്ലാതെ ഫത്വ കൊടുക്കാതെ മുന്നോട്ട് വരില്ല. നമ്മളാൾക്കാരൊക്കെ അത്ര ആൾക്കാർ മുന്നോട്ട് ഇങ്ങനെ ചോദിക്കൂല, അപ്പന് കൊടുക്കും ഫത്വ. ഒരു ചോദിച്ചാൽ തന്നെ ഫത്വ കൊടുക്കാൻ പേടിയാണ്, വെറുത്താണ്. വെറുക്കണ് പേടിച്ചിട്ടാണ്. യഖൂലു ഓല് പറയും ചെയ്യും, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയമാണ് നബിതങ്ങൾ ഖാല പറഞ്ഞു, ഇന്നൽ മുഫ്തി യദ്ഖുലു ഫീമാ ബൈനല്ലാഹി വ ബൈന ഇബാദിഹി. ഒരു മുഫ്തി, ഒരു പണ്ഡിതൻ ഫത്വ കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ മുഫ്തിമാരൊക്കെ ആരാണ് എഴുതിയത്? അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ അടിയങ്ങൾക്കും ഇടയിലുള്ള പ്രവേശിക്കുന്ന ഒരാളാണ്. അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ മനുഷ്യന്മാർക്ക്, സൃഷ്ടികളായ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹിന്റെയും അതുപോലെ തന്നെ അടിയങ്ങൾക്കും ഇടയിൽ ഒരു പ്രതിനിധിയായി പ്രവേശിച്ചു വരുന്ന ആളാ മുഫ്തി. കാഴ്ച വല്ലാത്ത അപകടം ഉണ്ടാവില്ലേ? അള്ള രാജാവല്ലേ, അപ്പൊ ആ രാജാവിന് കിട്ടും. ആ ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ മുഫ്തിമാര് എളുപ്പാ പറയാന്. മുഫ്തിയാവണമെങ്കിൽ എന്തെല്ലാം പണികളുണ്ട് അറിയാം. വഖദ് കാന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റഹിമഹുല്ലാഹു തആല യഖൂലു മഹാൻ പറയുമായിരുന്നു, അദ്റഖ്തു 120 മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാനെ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ 120ഓളം ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് സ്വഹാബിയെ കണ്ട മഹാനാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല തങ്ങൾ. എന്നിട്ട് മഹാൻ പറയുന്നു, നോക്കൂ, ഇവരിൽ ഒരാളും തന്നെ ഇല്ല മുഹദ്ദിസ്, ഇവരിന്ന് ഹദീസ് പറയുന്ന ഒരാളും തന്നെ ഇല്ല. ഇല്ലാ വയവദ്ദു അന്ന അഖാഹു കാന കഫാഉൽ ഹദീസ്. എങ്ങനെ? അവർക്ക് തന്റെ സഹോദരന് താൻ പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് മതിയായിട്ടുണ്ടാകും എന്ന് പ്രിയം വെക്കണം. അങ്ങനെ പ്രിയം വെച്ചിട്ടേ പറയുള്ളൂ. അല്ല കുറേ നീട്ടിപ്പരത്തി പറഞ്ഞു കൊടുക്കൂല ഹദീസ്. അതയാൾക്ക് മതിയാകും. അതയാൾക്ക് മതിയായിട്ടുണ്ടാകുമെന്ന് ഇഷ്ടപ്രകാരമാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എത്ര കുറച്ചാ പറയാം. വലാ മുഫ്തിൻ ഇല്ലാ വയവദ്ദു അന്ന അഖാഹു കാന കഫാഉൽ ഫുതിയ. ഒരു മുഫ്തി തന്നെ ഈ മഹാന്മാരിൽ ഉണ്ടായിട്ടില്ല, തന്റെ സഹോദരന് താൻ കൊടുത്ത ഫത്വ മതിയായിട്ടുണ്ട് എന്നൊരു ധാരണ എത്തണം. അങ്ങനെ ഇഷ്ടം വെച്ചിട്ട് ഒരു ഫത്വയും കൊടുക്കുള്ളൂ. അങ്ങനെയുള്ളൂ അവരെന്ത് ചെയ്യുക, ഹദീസ് പറഞ്ഞു കൊടുക്കുള്ളൂ. കൂടുതൽ വിളമ്പൂല, ആവശ്യാനുസരണം മാത്രം. ഇതായിരുന്നു ഈ 120 സ്വഹാബത്തിനെ കുറിച്ചും എനിക്കറിവായി കിട്ടിയത്. ഫകാന യസീദ് ബിൻ അബീ ഹബീബ് റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ഇന്ന മിൻ ഫിത്നത്തിൽ ആലിമി ഫി ദീനിഹി. ഒരു പണ്ഡിതൻ അയാളുടെ ദീനിലുള്ള ഫിത്നയിൽപ്പെട്ടതാണ് എന്ത്? ഐ യഖൂൽ കലാമു അഹബ്ബ ഇലൈഹി. അദ്ദേഹത്തിനേക്ക് കലാമ് ഇഷ്ടമാവുക എന്നുള്ളത്, സംസാരം കൂടുതൽ ഉണ്ടാവുക. എന്തിനേക്കാൾ മിന സുകൂത്തി വൽ ഇസ്തിമായി,
പിന്നെ മൗനം, കൂടുതൽ മൗനമാണ് വേണ്ടത്. മൗനത്തെക്കാളും അതുപോലെ തന്നെ അതിങ്ങനെ കേട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് അയാൾക്ക് ഇഷ്ടം സംസാരിക്കലാണെന്ന്. മൗനമൊന്നും പറ്റൂല, ഉപദേശം കേൾക്കുന്നത് കുറെ സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കലാണ് ഒരു പണ്ഡിതന്റെ ദീൻ അസാധ കാര്യം. കാരണം സംസാരത്തിൽ പലതും വരും. ആവശ്യങ്ങൾക്ക് മാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പോലെ. ഇമാമി മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഇന്ന ഫുലാനൻ കസീറൽ ഇബാദത്തി, നിശ്ചയമായിട്ടും ഇബാദത്ത് അധികരിച്ചു വന്ന ഒരാള് ഉണ്ടോന്ന് ചോദിച്ചു. ഇബാദത്ത് അധികമുള്ള ഒരാളുണ്ടോന്ന് ചോദിച്ചു. ഫഖാല ഉണ്ടല്ലോ എന്ന് പറഞ്ഞു മാലിക് റളിയല്ലാഹു അൻഹു. വലാകിന്നഹു യതകല്ലമു, എങ്കിലും അദ്ദേഹം സംസാരിക്കുക എന്ന് പറഞ്ഞാല് വലാകിന്നഹു യതകല്ലമു, അദ്ദേഹം സംസാരിക്കും കലാമ ഷഹീരിൻ ഫി ജുമുഅത്തിൻ, ഒരു മാസത്തെ സംസാരം ഒരു ജുമുഅയിൽ സംസാരിക്കുന്നു. ഒഫി റിവായത്തിൻ, ഒരു റിപ്പോർട്ട് കാണാൻ ഫിയോമിന്, ഒരു ദിവസത്തിന്. അപ്പൊ ഒരാഴ്ചയിൽ തീരും, അല്ലെങ്കിൽ എന്താ ഒരു ദിവസം കൊണ്ട് സംസാരം തീരും. അപ്പൊ അത്രയും കുറച്ച് എന്നർത്ഥം. വഖദ് കാന ശൈബി റഹിമഹുല്ലാഹു തആല യഖൂൽ, ഇമാം ശൈബി തങ്ങൾ പറയുന്നു, എന്ത്, ജഹദിന കുല്ലൽ ജഹദ്, എല്ലാ അധ്വാനവും ഞങ്ങൾ അധ്വാനിച്ചു നോക്കി. എവിടെ? ഫി ഇബ്രാഹിം തീമി റഹിമഹുല്ലാഹു തആല, മഹാന്റെ കാര്യത്തിൽ. എന്തിന്? പള്ളിയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കൊള്ളനിരിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് നോക്കി ഞങ്ങള്. മൂപ്പര് പറഞ്ഞില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോയി. പേടിച്ചിട്ടാണ് അവർ മാറുന്നത്, കഴിയൂല അതുകൊണ്ടല്ലേ. വകാന ഇദാ ദഖലൽ മസ്ജിദ ലാ യസ്തനിദു ഇലാ സാരിയ വലാ ഇലാ ജിദാർ, ബഹുമാനപ്പെട്ടവര് പള്ളിയിൽ കടന്നു വന്നാൽ തന്നെ പള്ളിന്റെ മൂലയിലേക്കോ പള്ളിന്റെ മതിലിലേക്കോ തൂണിലേക്കൊന്നും ചാരിയിരിക്കാൻ പോലെ. നമ്മളോ ഇനി എല്ലാരും ചാരിയിരിക്കാണ്. ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ എല്ലാരും, വയസ്സന്മാരും അല്ലാത്തവരൊക്കെ എവിടെ ചെന്നാലും ചാരിത്താണ്. മഹാനവർ ചാരിയിരിക്കാനൊന്നും പോകില്ലാതാണ്. അങ്ങനെയാണ് മഹാന്റെ ജീവിതം. ഫഖാല സുഹരി റഹിമഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, മഅ വുഫൂരി ഇൽമിഹി, മഹാന് നല്ല ഇൽമുണ്ട്. ആ ഇൽമുള്ളതോട് കൂടി തന്നെ സുഹരി എന്നവര് ലാ യുക്തി, മൂപ്പര് പത്ത് കൊടുക്കാനൊന്നും പോലെ ഇവരവിടെ ഉണ്ട്, എന്നാൽ ജനങ്ങൾക്ക് പത്ത് കൊടുക്കാനൊന്നും പോകില്ല. പേടിച്ചിട്ടാണ് അത് ചെയ്യാത്തത് അവര്. യഖൂലു, മഹാൻ പറയുന്നു, മൻ അഫ്താ ബി ഗൈരി വുഫൂരി, വല്ല ഒരുത്തനും എന്താണ് ഒരു പരിപൂർണതയിലെത്താതെ ഫത്വ കൊടുത്താൽ കാന ലിൽ ഇമാമി മുആഖത്തുഹു, എന്നാ പിന്നെന്താന്നറിയാമോ, അവൻ ആ ലിൽ ഇമാമി, ഇമാമിനെ മുആഖതബഹു അവൻ അങ്ങനെ വരുമ്പോ എന്തായെന്നറിയാമോ, അവൻ കാര്യമായൊരു ഇമാമിനോടുള്ള ഒരു വിഷമുണ്ടാക്കി മാറ്റി തീർക്കുന്ന. അപ്പൊ ഇമാമാരോടുള്ള പിണക്കുണ്ടാവുന്ന, പരിപൂർണമായ അറിവില്ലാതെ പത്ത് കൊടുത്താൽ അത് ബുദ്ധിമുട്ടായി എന്നർത്ഥം. കാരണം എന്താ, അന്നൽ മുഫ്തിയ അലാ ഷഫീരി ജഹന്നമാന, നരകത്തിന്റെ മക്കിലെത്തിയാൽ മുഫ്തിന്ന്. കാരണം പേച്ചിലുണ്ടാവും, കുറെ പേച്ച പത്ത് കൊടുത്തിട്ടുണ്ടാവും, ആ കാരണം നരകത്തിലേക്ക് പോകും. അത് പേടിക്കേണ്ടതാണ് അർത്ഥം. ഇത് പറഞ്ഞിട്ട് ഷഹറാനിമൻ പറയാ, കൊൽത്തു, ഞാൻ പറയുന്നു, വലിദാലിക, അതുകൊണ്ട് ലം യതസദ്ദർ വാലിബുൽ ഖൗമിൽ ഫുത്തിയാത്തൻ ലിഅൻഫുസിഹിം, സ്വന്തം ശരീരം നരകത്തിലേക്ക് പോകുമോ എന്ന് പേടിച്ച് ദുഷ്കം പ്രവർത്തിച്ചുകൊണ്ട് ഫത്വ നൽകാനൊന്നും പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗം ആൾക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇതുകൊണ്ടാണ് മഹാൻ പറയുന്നത്, ബദറുദ്ദനാരീരി ലിന്നാസി അഹബ്ബു ഇലയ്യ മിൻ ബദൽ ഹദീസി ലഹും വഹവൻ വലാ നഫ്സി. മഹാൻ വിവരണ്ടല്ലോ. മഹാൻ പറയാ, ജനങ്ങൾക്ക് ഞാൻ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടവും എനിക്ക് ഏറ്റവും എളുപ്പമായ മാർഗം ഒരുപാട് സ്വർണ്ണ നാണയം വിതരണം ചെയ്ത് ജനങ്ങൾക്ക് അതാ നല്ലത് എന്നാ.
അത്രത്തോളം ദീനീ കാര്യത്തിൽ പേടിയുള്ള ആൾക്കാരായിരുന്നു ഇവർ. പേടി വേണം, അപ്പോഴേ കാര്യം നടക്കുള്ളൂ. അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല അതിനർത്ഥമല്ല പേടിച്ചിട്ട് ഇത്രയും പോലും ചെയ്യാറ് മുന്നോട്ട് വരൂല. അപ്പൊ കാറൽ ഹസൻ ബസരി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇന്ന ഖഫഖൻ നിആലി ഹൗല റിജാലി ഫലമ്മാ തസ്ബുതു മഅ ഖുലൂബിൽ ഹംഖാ മിൻ അംസാലിനാ കല്ലമ തസ്ബുതു മഅ ഖുലൂബിൽ ഹംഖാ മിൻ അംസാലിനാ എന്നാണ് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ എന്താണ്, നിആലിന്റെ ഖഫഖ് പുരുഷന്മാരുടെ ചുറ്റുഭാഗത്തും, ചെരുപ്പിന്റെ ഭാരം ഞാൻ മനസ്സിലാക്കുന്നത് പുരുഷന്മാര് ഹൗലിലുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും വിഡ്ഢികളായ ആൾക്കാരുടെ ഹൃദയം എന്താവില്ല വളരെ കുറഞ്ഞേ ഉണ്ടാകുള്ളൂ. നമ്മളെപ്പോലത്തെ വിഡ്ഢികൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ പോലത്തെ വിഡ്ഢികളായ ആൾക്കാരെയാണ് അത്തരം ആൾക്കാരുടെ കൂടെ ഉറച്ചു നിൽക്കുള്ളൂ എന്നർത്ഥം. നല്ല നല്ല വമ്പന്മാരൊക്കെ കൂടെ ഉണ്ടാകും, പക്ഷെ ആരും ഉണ്ടാവില്ല. നമ്മളെ കൂടെ കൂടെ നമ്മളെ പോലത്തെ മക്കളെ ഹൃദയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ ഹസൻ ബസരി തങ്ങളാ പറയണത്. അപ്പോലെ പേടി എത്രയാണ് നമ്മളെ പോലത്തെ നമുക്കാളെന്നൊക്കെ പറഞ്ഞു. പാല എന്നിട്ട് മഹാൻ പറയുന്നു, വൽത്തബത്ത അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യൗമൻ, ഒരു ദിവസം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തിരിഞ്ഞു നോക്കി. ഫറഅന്നാസ യംശൂന ഖൽഫു, അപ്പൊ നോക്കുമ്പോ ഉപ്പര ബാക്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ വഖാല, ഉമർ പറയുന്നു, വല്ലാഹി ലൗ റഅയ്തും മാ അസ്നഉ, ഞാൻ പ്രവർത്തിക്കോ നിങ്ങൾ കാണുകയാണെങ്കിൽ സത്യം ചെയ്തോട് പറയാണ്, ഇദൻ അഗ്ലഖ്തു ബാബി മിൻ ഖഫലത്തി അലില്ലാഹി തആല വസ്തിആലി ബിൽ ഇയാലി, കുട്ടികളെ കൊണ്ട് ഞാൻ ജോലിയാകാൻ എന്റെ കുടുംബങ്ങളെ കൊണ്ടൊക്കെ ഓർക്ക് വേണ്ട പണിയൊക്കെ എടുത്ത് നടക്കുകയാണ് ഞാൻ. അള്ളാനെ പറ്റി ശ്രദ്ധ എനിക്ക് ഇല്ലതാനും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ കവാടം അടക്കും. ഇത് അടച്ചു കഴിഞ്ഞാൽ മാ തബിഅനി മിൻകും അഹദുൻ, ഒരാളും എന്റെ കൂടെ നിങ്ങൾ വരാൻ കഴിയൂല. എന്റെ പണി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എന്ത് കണ്ടാൽ നിങ്ങൾ എന്റെ വേക്കിൽ കൂടുതൽ ചോദിച്ചത്. ഇതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ തിരിഞ്ഞു നോക്കി പറഞ്ഞത്. ഇതൊരുക്കുമ്പോ അറിവില്ലായിട്ടല്ല, പേടി കൊണ്ട് പറയാണ്. വഖദ് നളറ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് തങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, വന്നാസി ഹൗലഹു, ഉബയ്യ് തങ്ങളെ ഉബയ്യ് ഇബ്നു കഅബിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് ജനങ്ങളുണ്ട്, എല്ലാരും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ അലാബി ദർറത്തി, അപ്പൊ ചാട്ടവാറെടുത്തൊന്ന് ഉയർത്തി. എന്നിട്ട് വഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹാ ഫിത്നത്തുൽ മത്ബൂഇ വദില്ലത്തുൽ ഇത്താബ്, ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ജനങ്ങൾക്ക് എന്താണ് ഫിത്നയാണ്, തുടർന്ന് വരുന്ന ആൾ ദില്ലത്തിലാകും, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയുള്ള നോക്കിയിട്ടേ പറഞ്ഞ ഉബയ്യ് കഅബ് അറിവുള്ള ആൾ തന്നെയാണ്. ജനമല്ലാതെ കൂടി വന്നിട്ടുണ്ട്, ഈ കൂടുതലൊന്നും ശരിയല്ല, ഇതൊക്കെ വലിയ ഫിത്നയായി മാറും എന്നാണ്. അപ്പൊ ഈ ദർറത്ത് ഫിത്നയാണ്, മത്ബൂഇന് ഫിത്ന എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഫിത്നയാണ്, താബിഈ ദില്ലത്തുമാണ് എന്നാണ് ചാട്ടവാർ ഉയർത്തിപ്പിടിച്ച് ഉബയ്യ് ഇബ്നു കഅബിലേക്ക് നോക്കി പറഞ്ഞവർ പറഞ്ഞത്. അപ്പൊ ആ ചാട്ടവാർ അധികാരമാണ്, ആ അധികാരത്തിന്റെ ദണ്ഡാണത്. അതിൽ പറഞ്ഞതാണ് മഹാനവറുകൾ. നമ്മുടെ പ്രാമുഖ്യം ഇൽമിനാന്ന് കൊടുത്തത്. അവർ അള്ളാഹുവിന്റെ പേടി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനൊക്കെ നോക്കി പറഞ്ഞതാണത്. ഫകാന സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു, ഇദാ റഅ അന്നാസ യംശൂന ഖൽഫഹു, മൂപ്പരുടെ പിറകിലൂടെ ജനങ്ങൾ നടക്കുന്നത് കണ്ടാൽ യഖൂൽ, മഹാൻ പറയും, ഹാദാ ഖൈറുൽ ലക്കും വശറുൽ ലി, നിങ്ങൾക്കിത് കൂടെ ഇക്കാൽ എനിക്ക് നാശാണ് എന്ന് പറഞ്ഞു. ഫൈൻ ഷിയത്തും ഫർജു അന്നി, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തൊട്ട് പോയിക്കോളൂ, എന്റെ കൂടെ കൂടണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അർത്ഥം. വഖാല റബീ ഇബ്നു ഖൈസം റഹിമഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, ഇദാ മശ, അല്ല മഹാനായിരുന്നു, ഇദാ മശ ഖൽഫു അഹദിൻ യഖൂലു, ആരെങ്കിലും മഹാന്റെ കൂടെ പിറകിൽ നടന്നാൽ, റബീന്റെ കൂടെ നടന്നാൽ, റബീ തങ്ങൾ പറയാ, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലൗലാ അത്തഖി അൽസിനതകും, നിങ്ങളെ നാവിനെ ഞാൻ സൂക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തുക്കും, നിങ്ങളോട് ഞാൻ വർത്തമാനം പറയുമായിരുന്നില്ല. നിങ്ങളെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ വർത്തമാനം പറയുമായിരുന്നില്ല. അപ്പൊ നിങ്ങളെ നാവ് സൂക്ഷിക്കണം. വക്കീലും അത് പറഞ്ഞ മുമ്പോട്ട് ചോദിക്കുകയാണ്, ആരോട്?
പിന്നെ റബി എന്നവർ ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ് നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഉപകാരം ചെയ്തേക്കാം, നിങ്ങൾക്ക് ജനങ്ങളെ അല്ലാഹ് പഠിപ്പിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കാല അപ്പൊ മുമ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അല്ല, അങ്ങനല്ല, അയ്യാന്നാസാണ്, നിങ്ങളെ കൊണ്ടും നിങ്ങളെ അറിവ് കൊണ്ടും അള്ളാഹു ജനങ്ങൾക്ക് ഉപകാരം നൽകിയേക്കാം. ഇത് പറഞ്ഞപ്പോ ബക്കാല ഒബർ പറയാണ്, ആദാ ബഈദ് ഉണ്ടാവില്ല പോലെ, അത് കുറവാണ്. എന്താ കാരണം? അകലെയാണ്. ഫൈന്നി ഇദാലം നബി ഇൽമി, എന്റെ ഇൽമു കൊണ്ട് തന്നെ എനിക്ക് ഉപകാരമില്ലെങ്കിൽ, ഞാനത് ഉപകാരം എടുക്കുന്നില്ലെങ്കിൽ, കൈവ എന്തബി വൈരി, പിന്നെ എന്നെ കൊണ്ടല്ല ഇൽമു കൊണ്ട് എങ്ങനെ മറ്റുള്ള ഉപകാരം എടുക്കുക? എന്റെ ഉപകാരം തന്നെ എന്റെ ഇൽമുകൊണ്ട് എനിക്ക് ഉപകാരം കിട്ടണം, അതില്ലെങ്കിൽ പിന്നെ മറ്റാൾക്ക് എന്ത് ഉപകാരം എന്ന് പറഞ്ഞു ഒഴിയുകയാണ് മഹാൻ അവർ ചെയ്തത്. കാനയക്കോലു മഹാൻ പറയുന്നു, ആരെങ്കിലും അദ്ദേഹത്തെ കൊള്ള ഇരിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ കൊള്ള ഇരിക്കരുത് എന്ന് പറയുമായിരുന്നത്. അതുപോലെ അദ്ദേഹത്തെ കാണുമ്പോൾ നീച്ചു നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വലാതൊക്കോമനുഹു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എണീറ്റ് നിൽക്കൽ അയാൾക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ എന്നാ പിന്നെ അയാളെ കാണുമ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കണ്ട. അയാളെ കൂടെ പോയി ഇരിക്കാനായിരിക്കും വലിയ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കൂടെ ഇരിക്കും വേണ്ടാണ്. കണ്ടോ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വേണ്ടാണ്. ഇതിന്റെ അടുത്ത് കുറെ ആൾക്കാർ ഏറ്റതിഷ്ടം, എന്നെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം, ആദരിക്കണം, അതിഷ്ടം. അങ്ങനത്തെ ആൾക്കാരെ എന്താ കണ്ട, ആദരിക്കാനും പോണ്ട, ഒന്നിനും പോണ്ട, ശരിയല്ലല്ലോ. യഹ്യാ തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, നിങ്ങളെന്ന് ആരെങ്കിലും ഒരാൾ ഹദീസ് എന്താണ് പറയാൻ അനുവദിച്ചു വരികയാണെങ്കിൽ അലായു ഹദീസ്, അവൻ ഹദീസ് പറയരുത് എന്നോ, അതിന്റെ ആവശ്യമല്ല. മഹാൻ പറയുമായിരുന്നു, ലഖദ് അദ്റക്നാ ഖുവാമൻ, ഒരുപാട് ആൾക്കാരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി കണ്ടിട്ടുണ്ട്. ആനത്തിൽ കലിമത്തുൽ ഹിക്മത്ത്, അങ്ങനെ കലിമത്തുൽ ഹിക്മത്തിലായിരുന്നു. തബുദൂ യാഹിദിഹിം, അവരിൽ നിന്ന് ആർക്കെങ്കിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിക്മത്തിൽപ്പെട്ടൊരു വചനമുണ്ട്. അവരെന്താ കാട്ടുക, യക്കുത്തുമുഖ ഖൗബശഹ്വ, വികാരം പേടിച്ചിട്ട് അല്ലെങ്കിൽ ഷൂറത്ത് പ്രചാരത്തെ പേടിച്ചിട്ട് അവർ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ മറച്ചൊക്കെ പറഞ്ഞു കൊടുക്കൂല. പ്രചാരം വേണ്ട, അതാണ് അത്രയും ഹിക്മത്തൊക്കെ ഉണ്ടാവും. ആ പറഞ്ഞു നോക്കൂല, ആർക്കും പേര് കൊടുക്കൂല, വേണ്ടാണ്. ഒരു അന്നോ കാലത്തകതിഹ, ആ ഹിക്മത്ത് കൊണ്ടെങ്കിലും ഈ പറയുന്ന ആള് ഒഴിഞ്ഞാൽ സ്വഹാബഹു, അത് തനിക്കും തന്റെ ശിഷ്യന്മാർക്കും ഉപകാരമായിരുന്നു, പക്ഷെ അവർ കൊണ്ടൂല. അങ്ങനെയായിരുന്നു അവരൊക്കെ. അസംബസരി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. പക്കാനാസു ഇത് ചിത്തമാവും, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ യക്റു ആയതും ആ യഖ്റുജ ആയിസനമ എന്തോ കലാമി, അദ്ദേഹത്തിന്റെ അടുക്കൽ എന്തുണ്ടോ അതിനേക്കാൾ മെച്ചമായത് പുറത്തുനിന്ന് കൊടുക്കാൻ അവർ ഇഷ്ടപ്പെടുമായിരുന്നു. ജനങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഹാന്മാരിൽ ഒരാൾ വെറുക്കും. ആ യുഖ്രിജ ആയിസനമ എന്തോ കലാമി, അദ്ദേഹത്തിന്റെ ഒരു കലാമുണ്ട്, അതിനേക്കാൾ മുന്തിയൊരു കലാം കൊടുത്തു കൊടുക്കാനും നല്ലൊരു സംസാരമുള്ള ആ സംസാരത്തിന് മെച്ചമായ സംസാരം പുറപ്പെടുവിക്കുക, അങ്ങനെയൊന്നും ഒരു ഇഷ്ടപ്പെടാറില്ല എന്നാണ്. അതൊക്കെ ഒഴിവാക്കുന്ന പോലെ അതിലൊക്കെ ഒഴിഞ്ഞു മാറി മാറി ജീവിക്കലായിരുന്നതാണ്. ആന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂൽ, മഹാൻ പറയുന്നു, ഇന്നലില്ലാഹി തആല ഇബാദൻ, അല്ലാഹുവിന് ഒരുപാട് അടിയങ്ങളുണ്ട്. അസ്കത്തും ഖശിയത്തുല്ലാഹി തആല, അവരെ മിണ്ടാതിരിച്ചത് അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്. അള്ളാഹിനെ ഓർത്ത് പേടിക്കുമ്പോൾ ഒരു കാര്യം സംസാരിക്കാനും കഴിയൊന്നിനും കഴിയും. അങ്ങനെയാണ് നിലപാടുണ്ടായത്. വൈന്നകുമുള്ള ഫുസഹാവും, അവരെല്ലാവരും എന്താണ് സംസാര വൈഭവമുള്ളവരും സാഹിത്യകാരന്മാരൊക്കെയാണ്, പക്ഷെ മുണ്ടൂല പേടിച്ചിട്ടില്ല. ഹാത്തിമുൽ അസ്മി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ലാ യജ്ലിസുൽ ജാമിഅ, ജുമുഅത്തുകളിൽ അദ്ദേഹം ഇരിക്കൂല. ലാ ജാമിഅ ലിദ്ദുനിയ, ദുനിയാവിൽ എന്താ ഒരു ജാമിഅ ഇല്ല, ജുമുഅത്തുകളിൽ എന്താണ് ഇരിക്കൂല എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ആൾക്കാർ ഒരുമിച്ച് കൂടും, ആ ഒരുമിച്ച് കൂടുന്നിടത്തൊന്നും ഇരിക്കൂല എന്നർത്ഥം.
ഫഖദ് ഖാല ഇസ്മായിൽ ഇബ്നു ഖലഫ്, മൂപ്പര് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആലയോട് പറഞ്ഞു യോമൻ ഒരു ദിവസം, ഇന്നി അറാക ലനഷ്തൻ ഇദാ ഹദ്ദത്തിൻ നാസ യഉലു സൗതുക വഇദാ കുൻത ലാ തുഹദ്ദിസു അറാക കൽ മയ്യിത്തിന. സുഫിയാൻ എന്നവരെ, നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ല ഉന്മേഷ ഉഷാറ കാര്യങ്ങൾ കാണുന്നുണ്ട്, നല്ല ശബ്ദം ഉയർത്തുന്നുണ്ട്. നിങ്ങൾ മൗനത്തിലാകുമ്പോ നിങ്ങൾ മരിച്ചതുപോലെയാണ് തോന്നിപ്പോകുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോ വഖാലുഹു, അപ്പോൾ എന്തായെന്നറിയാമോ, സുഫിയാൻ എന്നവര് ആരോട് പറഞ്ഞു? ഇസ്മായിൽ എന്നവരോട് പറഞ്ഞു, യാ അഖി, എന്റെ സഹോദര, അമാലിംത അന്നൽ കലാം ഫിത്നതന്നലെ, ഈ സംസാരത്തിനൊക്കെ എന്ത് ഭയങ്കര ഫിത്നയുണ്ട്. സംസാരത്തിൽ ഏറും, പലതും പറച്ചില് വരും, അതൊക്കെ വലിയൊരു അപകടമല്ലേ. അങ്ങനെ ഒരു ഫിത്നയുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നുണ്ട്, അവിടെ പറയാൻ കാര്യങ്ങൾ പറയുന്ന അർത്ഥം. അപ്പൊ വല്ലാഹി, അള്ളാഹ് തന്നെ സത്യം, മാ ജലസ ഇല അക്സറ മിൻ സലാസത്തി അംബുസിൻ, ഒരു 3 ശരീരത്തിനേക്കാൾ അധികമുള്ള ശരീരത്തിലേക്ക് മഹാൻ ഇരുന്നിട്ടില്ല. ഇല്ലാ വതനക്കറത്ത് അലാ നഫ്സി, എന്റെ സ്വന്തം നഫ്സിന്റെ മേൽ ഞാൻ ഇൻകാർ ചെയ്തിട്ടല്ലാതെ 3-ലധികമുള്ള ആൾക്കാരെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല എന്ന. ഇങ്ങനെയൊക്കെയാണ് ഈ മഹാരഥന്മാരുടെയൊക്കെ ജീവിതങ്ങൾ. പല സംസാരത്തിലും നിയന്ത്രണമുണ്ട്. ഫഖദ് കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുമായിരുന്നു, ഹിമ്മത്തു സുഫഹാഇ റിവായത്തു വഹിമ്മത്തുൽ ഉലമാഇ ദിറായത്തു. പടുവിഡ്ഢികളായ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ കഥ ഇവിടെ കഥ, അങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. വഹിമ്മത്തുൽ ഉലമാഇ, അറിവ് നേടിയ അറിവാളന്മാരുടെ മനക്കരുത്ത് എന്താ? ദിറായത്തു, ബുദ്ധി ഉപയോഗിച്ച് ഇൽമു പഠിക്കാന്ന് ഓരോരുത്തർ ആവശ്യമുണ്ട്. വിഡ്ഢികൾക്ക് ഇൽമു പഠിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരുപാട് കഥ ഉദ്ധരിക്കും. ഓല പണിയും. വക്കാന ഇബ്രാഹിമുൻ നഖീ റഹിമഹുല്ലാഹു തആല യക്റുൽ ഖസസ യഅനി അൽ വഅല. ഇബ്രാഹിം നഖീ എന്നവര് വഅല് പറയാൻ വെറുത്തിരുന്നു. ഒരു വഅല് പറയില്ല. വയഖൂലു, ഇതിന് മഹാൻ പറയാണ്, വലഅന അന്ന അമീറുൽ മുഅ്മിനീന അലിയൻ റളിയല്ലാഹു അൻഹു, നിശ്ചയം അമീറുൽ മുഅ്മിനീൻ അലിയാർ തങ്ങള് ദഖല മസ്ജിദുൽ കൂഫ പള്ളി കടന്നു വന്നു. അങ്ങനെ വന്നപ്പോ ഫറഅ ഖാസൻ യഖുസ്സു അന്നാസി, ജനങ്ങളോട് വഅല് പറയുന്ന ഒരാളെ കണ്ടു. ഇതിന് വഖാല, അപ്പോൾ അമീറുൽ മുഅ്മിനീൻ അലിയാർ തങ്ങൾ പറഞ്ഞു, മാഹാദാ, സത്താബനി പറയണം എന്നാര്? ഖാലു, അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു, ശഖ്സുൻ യഹദ്ദിസു, ഒരു ഹദീസ് പറഞ്ഞു തരുന്ന, ചരിത്രമൊക്കെ പറയുന്ന ഒരാളാണ് മുപ്പത്. വഖാല, അപ്പൊ അലിയാർ തങ്ങൾ പറയാ, ആദാ റജുലുൻ യഖൂലു, ഇയാളെ പറയുന്ന എന്താ അറിയോ? ഇരിഫൂനി അന ഫുലാൻ, ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ പരിചയപ്പെട്ടോളി എന്നപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് അയാളുടെ പണി. അല്ലാതെ ഇയാൾ ഇങ്ങനെ വഅല് പറഞ്ഞ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യല്ല, ഇയാൾ പേരും പ്രശസ്തി നേടുകയാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് അലിയാ തങ്ങൾക്ക് മനസ്സിലാവും. അലിയാ തങ്ങൾ വലിയൊക്കെ ഇല്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്തു. അങ്ങനെ വഖദ് മറ ഇബ്രാഹിമിന് അധികം അലൽ ഹൽഖത്തിൽ ഹൽഖത്തിൽ ഔസാഇ റഹിമഹുല്ലാഹു തആല, ഔസാഇ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കുറെ ആൾക്കാർ ഇരിക്കേണ്ട വട്ടം. അങ്ങനെ ആ സദസ്സിന്റെ അരികിൽ കൂടെ ഇബ്രാഹിം എന്നവർ നടന്നുപോയി. ഇസ്തിഹാമം കേട്ട് വലിയ തിക്കും തിരക്കാണ്. ചില വാഴന്മാരൊക്കെ വന്ന് അങ്ങനെ വലിയ തിക്കും തിരക്കുണ്ട്, അതുപോലെ ഉണ്ടായി. വഖാല, ഇത് കണ്ടപ്പോ ഇബ്രാഹിം അതും തങ്ങൾ പറഞ്ഞു, കാന ഹാദൽ ഇസ്തിഹാം അലാ അബീ ഹുറൈറ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ മേലിലാണ് ഈ തിക്കും തിരക്കുമായത് എങ്കിൽ അതിനെ തൊട്ട് ആ തിക്കെന്താവുക അശക്തമായിരുന്നു. എത്ര തിക്കും തിരക്കുണ്ടാവില്ലായിരുന്നു അവിടെയാണ്. അബൂ ഹുറൈറ തങ്ങൾ തൊട്ടാണ് അടുത്തേക്കാണ് തിക്കും തിരക്കുകയാണെങ്കിൽ എന്നാ ഈ ആളൊക്കെ പറ്റ കുഴങ്ങിയെന്നേ അർത്ഥം. ഈ വിഷയം ഔസായി, ഈ വിവരം ഔസായിക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോ തുറക്കൽ ജുലൂസം ഇന്താലിക്കല്ലോ, അന്നേ ദിവസം മുതൽ ഇരുത്ത ഒഴിവാക്കി, ഇതിനൊപ്പം ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഒക്കെ പോയി. ഇങ്ങനെയൊക്കെയാണ് മഹാന്മാർ. ഖാല വലമ്മ ഖദിമ ഈസാ ഇബ്നു യൂനുസ് റളിയല്ലാഹു തആല മക്ക, മക്കയിലേക്ക് ഈസാ ഇബ്നു യൂനുസ് എന്നവർ മുന്നിട്ട് വന്നപ്പോ പള്ളി മസ്ജിദുൽ ഹറാമിൽ ജനമാകെ കൂടി. വസ്ദഹമു അലൈഹി, തിക്കും തിരക്കുകയായി.
അപ്പൊ മറബിയിൽ ഫുദൈൽ ഇബ്നു ഇയാദ്. അപ്പൊ പിന്നെ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങള് അങ്ങനെ പോയി. അപ്പൊ ധരാമിന്നു അങ്ങനെ ഈ പള്ളിയുമായി അടുത്തു, ഈ യൂസുഫിന്റെ അടുത്തു. ഈസാകൾ പറയാണ്, യാ എന്റെ സഹോദര, ഒന്നറിയില്ല കൽബിക്ക, നിന്റെ കൽബുകളെ നോക്കാം, പല അല്ലഹു നഫീറുമിൻ കസറത്തിൽ ഇസ്തിഹാമി അലയിക്ക, നിന്റെ മേലുള്ള തിക്കും തിരക്കും കാരണം അധികമായതിനാൽ ആ ഹൃദയം എന്തായേക്കാം, അതിനെ തൊട്ട് നഫീറായി ഓടിപ്പോയേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാം, അല്ലഹു നഫീർ, ഓടിപ്പോകുന്നതായേക്കാം, ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഈസ ഇലാ നഫ്സി സാദി, ഒരു മണിക്കൂർ സമയം തന്റെ സ്വന്തം ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കി ആലോചിച്ചു. കാമ ഫൗറൻ, വേഗം ഒന്ന് എണീറ്റ് പോയി. തറക്കൽ മജ്ലിസ എന്താലിക്കല്ലും, അന്നേ ദിനം മുതൽ ആ സ്ഥലം ഒഴിവാക്കി, പിന്നെ ഉപരി ഇരുന്നിട്ടില്ല. ഇതൊക്കെയാണ് തിക്കും തിരക്കും കൂടി കണ്ടപ്പോ വലിയ വിപത്തും പാലക്കാട് വരികയാണ്. ഇത് പാടില്ല എന്നുള്ളടത്തായി. ഫഖദ് കാന സുഫിയാനി റളിയല്ലാഹു തആല യഖൂലു, മഹാൻ പറയുമായിരുന്നു, ഇനിസ്തതഅത അൻ തകൂന ആലിമൻ ലാ യഅരിഫുക അന്നാസു ഫഫഅൽന. ഇനിസ്തതഅത അൻ തകൂന ആലിമൻ, നീ ഒരു പണ്ഡിതനാവാൻ കഴിയുമെങ്കിൽ, എന്നാ പിന്നെ എങ്ങനത്തെ പണ്ഡിതൻ, ജനങ്ങൾ നിന്നെ അറിയൂല, ജനങ്ങൾ നിന്നെ അറിയാത്ത വിധത്തിൽ പണ്ഡിതനാവാനാണെങ്കിൽ ഫഫഅൽ ചെയ്തല. കാരണം എന്താ, ഇന്നന്നാസ ലൗ അറഫു മാ ഫീ നഫ്സിക, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ജനങ്ങളെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ലാ അക്കലുൽ അഹ്മക, അവർ നിന്റെ മാംസം പറിച്ചു തിന്നും. അതുകൊണ്ട് ജനങ്ങൾ ആരും അറിയാതെ ഒരു പണ്ഡിതനാവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ എന്നായി. വഖദ് തലബന്നാസു മിൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല, സുഫിയാനിൽ നിന്ന് ജനങ്ങളൊക്കെ തേടി, എന്ത് തേടി, ഹദീസഹും, ജനങ്ങൾക്ക് സുഫിയാൻ എന്നവർ ഹദീസ് പറഞ്ഞു കൊടുക്കണം, അതിനിരിക്കാൻ വേണ്ടി തേടിയതാണ്. അപ്പൊ അബായെ മുമ്പ് സമ്മതിച്ചില്ല, ഒഴിവായി. വഖാല, മഹാൻ പറഞ്ഞു, മാ അന ബി അഹിലി അൻ ഉഹദ്ദിസ, ഞാനൊന്നും ഹദീസ് പറയാൻ പറ്റുന്ന ആളല്ല. വലാ അൻതും, നിങ്ങളല്ല, ബി അഹിലി അൻ തസ്മഉ, ഹദീസ് കേൾക്കാൻ പറ്റുന്നവരല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും, രണ്ടും നടക്കൂലാണ്. ഒമാ മിസ്ലി ഓ മിസ്ലിക്കും, എന്നെ പോലത്തവരും നിങ്ങളെ പോലത്തവരും അല്ല. ഇല്ലാ കമാ ഖാൽ ഖായിരു, ഒരു ചങ്ങായി, ഒരു പറഞ്ഞ ആള് പറഞ്ഞതുപോലെ. എന്താണ് പറഞ്ഞത്, ഇഫ്തലഹു വസ്തലഹു, നിങ്ങളൊക്കെ വഷളായി പോയിക്കോളി, നിങ്ങളങ്ങനെ നന്നായി പോയിക്കോളി എന്ന് പറഞ്ഞു. അതുപോലെ ആയിപ്പോ നിങ്ങളും ഞാനൊക്കെ വഷളായി പോയിക്കോളി, നന്നായിക്കോളി എന്ന് പറഞ്ഞ മാതിരി നിങ്ങളെ പോലത്തോ എന്റെ പോലെ പറ്റൂല, ഉപദേശിക്കാനും പറ്റൂല, അങ്ങ് കേൾക്കാനും പറ്റൂല. ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞയച്ചു.